നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലോക്കപ്പിലുണ്ടായിരുന്ന സുധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. തന്നെ കാണാനായിട്ട് സച്ചി വന്നല്ലോ എന്നൊരു ചിന്ത. പെട്ടെന്ന് സെല്ലിൻ്റെ അടുത്തേക്ക് സുധി വന്നു. ആ സമയത്ത് സച്ചി ഒന്ന് നോക്കി. എപ്പോൾ തന്നെ സുധി പറഞ്ഞു, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? എന്നെ കാണാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സുധിക്ക് സങ്കടം വന്നു. ആ സമയത്ത് സച്ചി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എനിക്കറിയാം എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കില്ലേ, അമ്മയ്ക്കും എന്നോട് ദേഷ്യമായിരിക്കും, അതായിരിക്കും അമ്മ പോലും എന്നെ തിരിഞ്ഞു നോക്കാത്തെ. അല്ലെങ്കിലും അതുപോലത്തെ ഒരു കാര്യമല്ലല്ലോ ഞാൻ ചെയ്ത തെറ്റ് അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എന്ത് പരിപാടിയാടാ സുധി നീ കാണിച്ചേ? അമ്മ അത് മീരയുടെ കൈ കൊടുക്കാൻ പറഞ്ഞ് തന്നല്ലേ? നിനക്ക് ഇതുവരെയായിട്ട് നിന്റെ ഭാര്യയെ മനസ്സിലായില്ലേ? പാർലയിടത്തി നല്ല സ്വർണം തരുമെന്ന് തോന്നുന്നുണ്ടോ? അതും അമ്മയെ വെറുതെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടിയിട്ട് മുക്കുപണ്ണം കൊടുത്ത, അതും വിശ്വസിച്ച് സുധി അത് പണയം വെക്കാൻ കൊണ്ട് നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധി പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, അബദ്ധം ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും സുധി പറഞ്ഞു, വേണ്ട നീ പൊയ്ക്കോ, എന്നെ ഇവിടെ നിറക്കണ്ട, ഞാനിവിടെ കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് വന്നാലും ഇനി എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, കാരണം അമ്മയോട് ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എടാ ആരൊക്കെ തിരിഞ്ഞു നോക്കിയില്ലേലും ഞാൻ നിനക്കുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്നെ പുറത്തിറക്കാന്ന് പറഞ്ഞു. വേണ്ടടാ സച്ചി, നീ എനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഒന്നുമല്ലേലും നീ എൻ്റെ ചോരയല്ലേ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എനിക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റില്ല, മുമ്പും അങ്ങനെ തന്നെയായിരുന്നല്ലോ, പണ്ട് മുതൽ അങ്ങനെയായിരുന്നല്ലോ, നീ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നിനക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് നിന്നെ സഹായിച്ചിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഈ സച്ചിക്ക് അന്നൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് സുധിയോട് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടുത്തെ ഒരു പോലീസുകാരനെ കാണുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു, SI സാർ ഇവിടെ ഇല്ല, ഇനിയിപ്പം നാളെ എങ്ങാനും വന്ന് നോക്കാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അല്ല സുധിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല, സുധിയേട്ടൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. SI വന്നിട്ട് SIനെ കണ്ട് സംസാരിക്കാനായിട്ട് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, സാറേ ഒരു ദിവസം ലോക്കപ്പിൽ, ഒരു ദിവസം അവനവിടെ കിടക്കട്ടെ, എന്നാലോ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, കാരണം ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു വക്കീലിനെ പോയി കാണണം. അങ്ങനെ ഒടുവിൽ സച്ചി ഒരു വക്കീലിനെ പോയി കണ്ടു. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. വക്കീൽ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നാളെ രാവിലെ നമുക്ക് എന്താണെങ്കിലും പോയി ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി വെച്ച്, എന്തായി സച്ചിയുടെ കാര്യങ്ങൾ? പിന്നീട് സച്ചി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ കഷ്ടമുണ്ട് അല്ലേ, ശ്രുതി ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവൾ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തേ? അത് പിന്നെ കാര്യം വ്യക്തമല്ലേ രേവതി, അമ്മയുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് പാർലടത്തി തിരികെ വിളിക്കുമെന്ന് പറഞ്ഞ് ചെയ്തതാ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല, പകരം സംഭവിച്ചു ഇതാന്ന് പറഞ്ഞു. എത്ര കിട്ടിയാലും സുധി പഠിക്കത്തില്ലല്ലോ. ഇതേ സമയം ചന്ദ്രമതി സുധിയെ ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും ചന്ദ്രമതിയുടെ നെഞ്ച് പടപട കിടന്നിരിക്കുമായിരുന്നു. വല്ലാത്തൊരു വിഷമം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനാണ്. ചന്ദ്രമതി വിഷമിച്ച് മുറിയിലിരിക്കുന്ന കണ്ടപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കണേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുധിയെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ആരും ഇനി അവന്റെ പിന്നാലെ പോണ്ട. അവനിപ്പോഴും എന്നെയല്ല വിശ്വാസം, എന്നോടല്ല സ്നേഹം, ആ ഒരുമ്പെട്ടവളോട്, അവന്റെ ഭാര്യയായിരുന്ന ആ ശ്രുതിയോട്. അതുകൊണ്ടല്ലേ അവളുടെ വാക്ക് വിശ്വസിച്ച് അവള് കൊടുത്തു വിട്ടാന്നും പറഞ്ഞോണ്ട് ഒരു മുക്കുപണ്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതും പൊക്കി പിടിച്ചോണ്ട് പണയം വെക്കാൻ പോയത്. ഞാൻ അവനോട് അത് തിരികെ കൊടുക്കാൻ പറഞ്ഞ അത് തിരികെ കൊടുക്കുമായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു രവിയേട്ട. ചന്ദ്രേ നീ വളർത്തിയ മകനാ സുധി, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. രവിയേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സമയത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മനുഷ്യനാകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയില്ല, തല പോഞ്ഞിരിക്കുക. അതെ, നീ അധികം തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ ഇത്രയെങ്കിലും തലയ്ക്കകത്ത് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവളെ വിശ്വസിച്ചു പോയി, അതാ അവൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞു. അതാ അവന്റെ പ്രശ്നം. അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടായിരുന്നോ? എന്ത് ധൈര്യത്തിലാ അവനതും കൊണ്ട് പണയം വെക്കാനായിട്ട് പോയത്? അവനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അന്നത്തെ രാത്രി ചന്ദ്രമതിക്കാണല്ലോ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വല്ലാത്തൊരു വിഷമമായിരുന്നു. ആ സമയം ശ്രുതി ലോക്കപ്പിൽ കിടന്നിങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ശ്രുതി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് കൊടുത്തതെന്ന് വിചാരിച്ചു. പക്ഷെ മുക്കുവണ്ണം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓരോ തവണ അവള് തന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനു മുമ്പും അതെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ്ട് വീണ്ടും ഗർഭനാടകം കളിച്ച് അങ്ങനെ തന്നെ നാണം കെടുത്തി.
അന്ന് തന്നെ താൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനി ഒരിക്കലും അവളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഒരു ചിന്ത സുധിയുടെ മനസ്സിലുണ്ട്. അവൾ ഒറ്റ എഴുത്തി കാരണം താനിപ്പോൾ ഇവിടെ കിടക്കുന്നേ. അമ്മയുടെ വാക്കുകൾ കേൾക്കുമായിരുന്നെങ്കിൽ തനിക്കിപ്പോൾ ഈ ലോക്കപ്പിൽ കിടക്കേണ്ട വരില്ലായിരുന്ന ഒരു ചിന്തയായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സച്ചി വക്കീലെല്ലാം കൂട്ടിക്കിട്ട് വരുവാണ്. അങ്ങനെ SIനെ പോയി കണ്ടു ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട്. വക്കീൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സച്ചിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ ബാങ്കുകാർ കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ജാമ്യത്തിൽ വിടാന്ന് പറഞ്ഞു. പിന്നെ അവനെ വിളിക്കുമ്പോൾ അവൻ വന്ന് ഒപ്പിടേണ്ട വരുമെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല സാറേ, വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അവനെ പോയി ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സുധിയെ പോയി പോലീസുകാരനെ ഇറക്കിക്കൊണ്ട് വന്നു. പിന്നീട് സുധിയോട് പറഞ്ഞു, എടാ, സ്വന്തം ഭാര്യ ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും അവളെ വിശ്വസിക്കുന്ന നിന്നെപ്പോലെയുള്ള അവന്മാരെ വേണം പിടിച്ചിട്ട് തല്ലാൻ. അല്ല, 3, 4, 5, 6 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലേ. ഇനിയെങ്കിലും ഇതുപോലെ ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കാൻ നോക്ക്. പിന്നെ ഒരു കാര്യം, എപ്പോൾ വിളിച്ചാലും ഇവിടെ വരണം, പിന്നെ വന്ന് ഒപ്പിടുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി സാർ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. രാവിലെ കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി എന്ത് ചെയ്തു? ചന്ദ്രമതി സ്റ്റേഷനിലേക്ക് വരുവാണ് സുധിയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴത്തേനുമാണ് സച്ചി സുധിയെയും ഇറക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സ്റ്റേഷനിൽ നിന്ന്. ചന്ദ്രമതി ഓട്ടോയ്ക്ക് വന്ന് നിൽക്കുമ്പോഴത്തേനും സുധി ഇറക്കിക്കൊണ്ട് സച്ചി വരുന്ന കണ്ടു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഒന്ന് ഞെട്ടിപ്പോയി. ചന്ദ്ര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സച്ചി സുധിയെ ഇറക്കാനായിട്ട് ഇവിടേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം സച്ചി സുധിയും തമ്മിൽ എപ്പോഴേത് നേരം നോക്കിയാലും നേർക്ക് നേരം നോക്കിയാലും അടിയാ. ഒരു നിമിഷം ചന്ദ്രമതി ഇങ്ങനെ നോക്കി സുധിയെ, പിന്നീട് അങ്ങോട്ട് പാഞ്ഞു വന്ന് ആ കോളറിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ? അമ്മയുടെ വാക്കിന് ഒരു ഇറ്റ് വിലയെങ്കിലും നീ കൽപ്പിച്ചോടാന്ന് ചോദിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അമ്മേ ഇതെന്താ കാണിക്കുന്നത്? പോലീസ് സ്റ്റേഷനാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ചോദ്യത്തിനേത്തും പരിപാടിയൊക്കെ വീട്ടിൽ വന്നിട്ട് നീ വാടാ, ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും രവീന്ദ്രനൊക്കെ ഇറങ്ങിച്ചെന്നു. രവീന്ദ്രൻ പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ സച്ചി പറഞ്ഞു, ഒപ്പിട്ട് ഇടയ്ക്ക് പോയി സൈൻ ചെയ്യണം എന്നൊക്കെ പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇവനവിടെ കിടന്ന് അനുഭവിക്കേണ്ടതായിരുന്നു. ഇവന് എത്ര കിട്ടിയാലും പഠിക്കില്ലോ. എടാ നാണമില്ലാത്തവരെ, നീ മനുഷ്യന് നാണം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ? മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കത്തില്ല. മുക്കുവണ്ടം പണയം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാടൊട്ടയ്ക്കായല്ലോ എന്നൊക്കെ പറഞ്ഞു. അമ്മ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാലയിലേക്ക് വീഴുവാണ്. നീ എൻ്റെ കാലയിലൊന്നും വീഴണ്ട. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ പറഞ്ഞു വിടാൻ നോക്ക്. ഇനി ഒരു നിമിഷം പോലും അവള് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അറിയാലോ, ഭാര്യ എന്ന പദവി, അവളുടെ ഭാര്യ എന്ന അവൾക്ക് ഇനി നിന്റെ ഭാര്യയായിട്ട് തുടരാനായിട്ട് യാതൊരു യോഗ്യതയില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കി വിട്ടോണം, ഡിവോഴ്സിന് കൊടുക്കണം, ഒരു വക്കീലിന് പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധം പിടിക്കുകയാണ്. സുധി വിട്ടു. എന്ത് ചെയ്യണമെന്ന് സുധിക്ക് അറിയില്ല. ഒരു കാര്യം മനസ്സിലായി, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. തന്നോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് ഇനിയും തൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സുധിയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.